ആരും ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു കിടിലൻ ട്രിപ്പാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അതും വളരെ അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ കൊല്ലത്ത് കെ.എസ്.ആർ.ടി.സി. ഡിപ്പോയുടെ തൊട്ടടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ ജെ.കെ. റോയൽ ക്രൂസിൻ്റെ ഒരു ദിവസത്തെ ഫുൾ അടിച്ചുപൊളി ഒരു ട്രിപ്പാണ് കേട്ടോ. ഇതേപോലെ രാവിലെ അങ്ങോട്ട് ചെല്ലുന്നു, 11 മണിക്ക് അവിടുന്ന് ഹൗസ് ബോട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യട്ടോ. ഇതേപോലെ നമ്മളങ്ങനെ കായലിലങ്ങനെ പോകുമ്പോൾ രാവിലെ ഒരു വെൽക്കം ഡ്രിങ്ക്സ് തരും. അതൊരു സെറ്റപ്പ് സാധനം. അതും കുടിച്ചുകൊണ്ട് നമ്മളിതേ കൂടെ വന്ന നമുക്ക് കെ.എസ്.ആർ.ടി.സിന്ന് ബുക്ക് ചെയ്ത് വന്നവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. അവരെയും കണ്ട് കുറച്ച് നേരം പരിചയപ്പെട്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി നല്ല കേരച്ചൂരക്കറി അങ്ങനെ കപ്പയും കൂട്ടി അങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ കൂട്ടത്തിൽ തൊട്ട് കൂട്ടാനൊരു സാധനം അടിപൊളിയായിട്ട് നിന്ന് നമുക്ക് ആവശ്യം പോലെ വിളമ്പി കഴിക്കാം. പിന്നെ നല്ല നമ്മളെ ഇഷ്ടത്തിനുള്ള പാട്ട് പാടി തരാൻ ഒരാളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങ് നല്ല അടിപൊളി കല്ലടയാറിലോട്ട് അങ്ങ് കയറുകയാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് അങ്ങ് ഇങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ടൈം പാസിനൊക്കെ നിൽപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് തിമിർത്തങ്ങ് ആഘോഷം തുടങ്ങി കേട്ടോ. വന്നവരൊന്നും തമ്മിൽ തമ്മിൽ പരിചയമില്ലാത്തവരാണ്. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിയും ബഹളമൊക്കെ അപ്പൂപ്പനൊക്കെ ഭയങ്കര വൈബിലാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കല്ലടയാറിൻ്റെ അകത്തേക്ക് നമ്മളങ്ങോട്ട് കയറി ഭയങ്കരമായ ഭംഗിയാണ് പിന്നെ നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഏതാണ്ട് മൺട്രോ ഐലൻഡിൻ്റെ അടുത്തേക്കൊരു കുറേ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്താ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഹൗസ് ബോട്ടുകളൊക്കെ അത് ഇങ്ങനെ നിരന്ന് പോണത് നമുക്ക് കാണാവേ. പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പോൾ കല്ലടയാറിൻ്റെ സൈഡിൽ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് നമുക്കിതാ ഈ സേഫ്റ്റി ജാക്കറ്റൊക്കെ തരും. വേറൊന്നുമല്ല, മൺട്രോ ഐലൻഡിലോട്ട് പോകാനുള്ള ഒരു കുഞ്ഞൻ ബോട്ട് അവിടെ വരും. ഇതിനകത്ത് നമ്മൾ ആളെ ഫില്ല് ചെയ്ത് അങ്ങനെ പോകും. അപ്പം നമ്മുടെ ടീം ലീഡർ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ആ മൺട്രോ ഐലൻഡിലെ നല്ല രസകരമായ കാഴ്ചകളാണ്. അത് മസ്റ്റായിട്ടും കാണേണ്ടതാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു തൊപ്പി തരുന്നുണ്ട്. ആ തൊപ്പിയൊക്കെ നമ്മൾ മേടിച്ച് വെച്ചാൽ വെയിൽ കൊള്ളാതെ പോകും. ഇതേപോലെ ഇത്രയും സൗന്ദര്യമുള്ള ഭംഗി നമുക്ക് ഇനി എവിടെ പോയി ആസ്വദിക്കാൻ. മൺട്രോ ഐലൻഡിൻ്റെ ഭംഗി അത് മൺട്രോ ഐലൻഡിൽ തന്നെ പോയി തന്നെ കാണണം കേട്ടോ. അതും ഇങ്ങനെ ഒരു പാക്കേജിൽ പോവുകയാണെങ്കിൽ വേറെ ഒന്നും അറിയണ്ട, എല്ലാവരും അങ്ങ് നോക്കിക്കോളും. വേണ്ട ഈ വയസ്സും പ്രായം ഒന്നും നോക്കാതെ അവർ ആർത്ത് ഉല്ലസിച്ച് കൂവി വിളിച്ചൊക്കെയാണ് ഇവിടെ പോകുന്നത് കേട്ടോ. നമ്മുടെ വലിയ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് ഈ കുഞ്ഞു ബോട്ടിലേക്ക് അവർ ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്. 100 രൂപയാണ് നമുക്ക് എക്സ്ട്രാ ആവുന്നത് കേട്ടോ. അങ്ങനെ നേരെ ആ കണ്ടൽക്കാടെല്ലാം കറങ്ങിയിട്ട് ലാസ്റ്റ് ഇതേപോലൊരു സെറ്റപ്പിൽ അതിങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും വേറെ ബോട്ടുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവർ പോകുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ തന്നെ ഇതിനകത്തേക്കൊക്കെ ചാടി കയറാം കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പ്രായമുള്ള ആളുകളൊക്കെ ഇതേപോലെ അങ്ങ് വലിഞ്ഞങ്ങ് കയറുക കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാം, ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരിനും ഒരു പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പരിചയക്കാരാന്നേ പറയും. അത്ര രസമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയി ഇത് അകത്തോട്ട് കയറുമ്പോൾ ഒരു നാച്ചുറൽ എ സിയിലിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അവിടെ ഇങ്ങനെ നിർത്തിക്കും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനൊരു സെറ്റപ്പിൽ അതും നല്ല ഇത്രയും പ്യുവറായിട്ടുള്ളൊരു ഓക്സിജൻ നമുക്കിനി എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളതായിരുന്നു തന്നെ സംശയം. അമ്മാതിരി സെറ്റപ്പാണ് ഈ മൺട്രോ ഐലൻഡിൽ ഇതിനകത്തേക്ക് കയറുമ്പോൾ കേട്ടോ. ഒരു രക്ഷയില്ലാതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം കണ്ട് ആസ്വദിച്ച് ഓടി കുഴഞ്ഞിങ്ങ് എത്തുമ്പോഴത്തേനും നമ്മുടെ ഹൗസ് ബോട്ടിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആയിരിക്കുമേ. അപ്പോൾ ഓടിച്ചേർന്നങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബൊഫയിലത്തെ സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് നേരത്തെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അടിപൊളി നല്ല കരിമീൻ വറുത്തത് ഉൾപ്പെടെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. കരിമീൻ വറുത്തതും നമുക്ക് നിലവിൽ നല്ല ചിക്കൻ റോസ്റ്റും പിന്നെ നല്ല അടിപൊളി പപ്പടം പൊരിച്ചതും പിന്നെ നല്ല അടിപൊളി സാലഡും പിന്നെ നല്ല വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി നല്ല അടിപൊളി തോരനും പിന്നെ അതാണ്ട് അവിയൽ, പുളിശ്ശേരി പിന്നെ നല്ല അത്യാവശ്യം എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം അവരൊരു ഫ്രൂട്ട് സലാഡ് പോലൊരു സെറ്റപ്പ് തരും. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു ഐസ്ക്രീം, അതാണ് പ്രീമിയം ക്വാളിറ്റി ഐസ്ക്രീം. പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സാമ്പ്രാണിക്കൂടി എല്ലോട്ടിലാണ് അവിടുന്ന് വേറൊരു കുഞ്ഞൻ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോട്ടോ. അവിടെ നേരെ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടക്കാം. പിന്നെ അവിടെ വേറെ കുറേ ടീമുകൾ വേറെ ബോട്ടുകളും വള്ളങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ അടിക്കാം. ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാര്യം വരുന്നവർ തിരിച്ച് കൊണ്ടുപോയാലേ. നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ലേ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നിൽക്കുക ഇങ്ങനെ നമുക്കൊരു മുട്ട് വരെ, അപ്പം പോകുന്നവർ ടൈറ്റ് ജീൻസ് ഒന്നും ഇട്ട് പോകാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ബോട്ട് തന്നെ തിരിച്ച് നമ്മളെ വിളിച്ച് നേരെ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോകും. ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ചായയും കടിയും സെറ്റാവും. നല്ല അടിപൊളി ഒരു പഴംപൊരി ആയിരുന്നു കേട്ടോ. അത് സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നൈസിനൊരു പാട്ടും ബഹളവും എല്ലാവരും കൂടെ ആസ്വദിച്ച് ആ ഒരു ദിവസം പോകുന്ന ഇത് ലാസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി സംഭവം കുശാലാണ്. കെ.എസ്.ആർ.ടി.സിന്ന് അതും കോട്ടയത്തു നിന്ന് വന്ന കുറേ ടീമായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ലാസ്റ്റ് അവരൊക്കെ നമ്മളൊരു ബൈ ഒക്കെ പറഞ്ഞ് നല്ല സെറ്റൊരു പാക്കേജ്